അടിപൊളിയാട്ടോ, സൂപ്പർ. എല്ലാവരും ഉണ്ടല്ലോ. ആ ഹലോ, തോമസ് ആണെന്നോ? ആ തോമസാ. ആരാ? ജിൻസിയോ? അതാരാ? അയ്യോ എൻ്റെ ഭാര്യ. ദൈവമേ, വിട്ടുപോയി. തിരക്കല്ലേ, കോടീശ്വരൻ്റെ അവസ്ഥ നിനക്കറിയാലോ. അപ്പൊ നീ എന്നെ വിളിച്ചേ? ATM കാർഡ് വീട്ടിൽ വെച്ച് മറന്നുപോയിന്നോ? അയ്യോ, അത് കുഴപ്പമില്ല. അല്ല, നിനക്കതിൻ്റെ പിൻ നമ്പർ അറിയാമോ? ആ, അപ്പോൾ ഒരു കാര്യം ചെയ്യ്, പിൻ നമ്പർ നിനക്കറിയാം അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നീ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ട. നീ നേരെ ATM കാർഡ് എടുത്തുകൊണ്ട് നേരെ ടൗണിലേക്ക് പോയിട്ട് ഒരു 50,000 രൂപയുടെ നെക്ലേസ് മേടിക്കുക. ആ, ഒരു 25,000 രൂപയുടെ സാരി, ബാക്കി അല്ലറ ചില്ലറ ചുരിദാർ, ബാക്കി കാര്യങ്ങളൊക്കെ മേടിച്ചോ. ആ, എല്ലാം 1,00,000 രൂപ ആക്കിയോ. കുഴപ്പമില്ല. ഓക്കെ. ആ, ഞാനിത്രയൊക്കെ മേടിച്ച് തന്നിട്ട് ഒന്നുമില്ലേ? ഉണ്ടെന്നോ? ആ, 1 2. അപ്പൊ അതിന്റെ ചുറ്റുമായി പോയേനെ. ഓക്കെ മുത്തേ. കണ്ടോ, ഇങ്ങനെ വേണം ഭർത്താക്കന്മാര്. അല്ല, അതെ, ഇത് അവിടെ നിന്ന് ഒരു ഫോൺ അവിടെ കിടന്ന് കിട്ടിയതാ. തോമസ് വേറെ പിള്ളീടെ, അത് കൊടുത്തേക്കാവോ? അപ്പൊ ഇത് ഇയാളുടെ ഭാര്യ അല്ലായിരുന്നോ? തോമസിന്റെ ഭാര്യ എങ്ങനെയാ എന്റെ ഭാര്യ ആവണേ? ഉമ്മ കൊടുത്തോ? അപ്പൊ താൻ ഉമ്മ കൊടുത്തോന്ന്? ഈ ഉമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, വല്ലപ്പോഴും ആത്മാർത്ഥമായിട്ടാണ് രഹസ്യമായി കിട്ടുന്ന ഒരു സാധന. അല്ലാതെ ലുലുമാളി ചെല്ലുമ്പം ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം ഒന്നും അല്ലാതെ, അറിയാവോ? തന്നെയുമല്ല, ഈ ഭാര്യയോടും കാമുകിയോടും സംസാരിക്കുന്നത് കണ്ടാ തിരിച്ചറിയാൻ പറ്റില്ലേ? ഇമാരെന്നെ പൊട്ടന്മാരാണ്. അതെങ്ങനെയാണ് ഭാര്യയായിട്ട് സംസാരിക്കുന്നത് കാമുകിയായിട്ട് സംസാരിക്കുന്നത് വ്യത്യാസം? അതിനൊരു ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. നമ്മളിപ്പോ കാമുകിയോട് സംസാരിക്കുകയാണെങ്കിൽ, ഹലോ എവിടെ മൊത്തേ? കാലിന്റെ മൂല വന്ന് ഡെസ്കേൽ ഇടിച്ചു. എനിക്ക് വയ്യ, എന്റെ സമാധാനം കളയും. എന്റെ ദൈവമേ, ഞാൻ നിന്നെ നുള്ളി നോവിച്ചിട്ടുണ്ടോ? എനിക്ക് ഭക്ഷണം വല്ലതും കഴിച്ചോ? ഭക്ഷണം കഴിക്കാൻ താമസിച്ച് 1:30 കഴിക്കണം, ഇന്ന് 2 മണിയായിട്ടും കഴിച്ചില്ല. എനിക്ക് എന്റെ സ്വസ്ഥത കളയുന്നു ദൈവമേ. അതൊക്കെ പോട്ടെ, നീ പാല് കുടിച്ചായിരുന്നോ? പാലും കുടിച്ചില്ലേ? അതെന്താ കുടിക്കാത്ത? വൈകുന്നേരം കൊച്ചിന് കൊടുക്കാനുള്ളതാണോ? അവന് 4 ജീരകം ഇട്ട് ചൂടുവെള്ളം തിളപ്പിച്ച് കൊടുത്താൽ മതി. നീ പാല് കുടിക്കട്ടോ? ഫോട്ടോ മൊത്തം എനിക്ക് നിനക്ക് എന്തെങ്കിലും പറ്റുന്നു ഞാൻ തകർന്നു കൂടി. അതോന്നു. ഓക്കെ. ഇത് നമ്മൾ കാമുകിയോട് സംസാരിക്കുമ്പോൾ ഇനി ഭാര്യയോട് സംസാരിക്കണേ. എന്തേടി നിന്നെ ഒടുങ്ങാനായിട്ട് നീ എന്തേ വിളിച്ചേ? എങ്ങനെ കഞ്ഞിവെള്ളം കാലേ ചാടി പൊള്ളിയെന്നോ? നിന്റെ മേലും മൊത്തം പൊള്ളിയില്ലല്ലോ, എനിക്ക് അതാണ് വിഷമം. തലവേദന എടുക്കുമെന്നോ? തല വെട്ടിപ്പൊളിക്കുമെന്നോ? ഞാനിന്നങ്ങ് വരട്ടെ, തലവേദന ഇല്ലാതെ തന്നെ നിന്റെ തല ഞാൻ വെട്ടിപ്പൊളിക്കും. ആ, നിന്റെ ആങ്ങളെ വീട്ടിലേക്ക് വരുമെന്നോ? ആ ചുണങ്ങിന്റെ ഹോൾസെയിൽ ഉള്ളവൻ എന്റെ പഠിക്കാത്ത കാല് കുത്തിക്കഴിഞ്ഞാൽ ഞാൻ പേപ്പട്ടീനെ വിട്ടവനെ കടിപ്പിക്കും. വെക്കടി. നീ എന്റെ തലയില എന്ന് കേറിയോ അന്ന് ഞാൻ മുറിഞ്ഞു. ആ വെക്കടി. ഞാൻ വല്ല വിളിച്ചു പറഞ്ഞ അവിടെ നാട്ടുകാർ കേട്ടോ. വെക്കടി. ഇങ്ങനെയാ ഭാര്യയോടും കാമുകിയോടും സംസാരിക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ല ആരാണ്? അത് എന്നെ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. അയ്യോ, ഞാനൊരു ഭയങ്കര കോടീശ്വരനാ കേട്ടോ. ഞാൻ ഭയങ്കര കഷ്ടത്തിലാണ് ജീവിച്ചേ. ഞാൻ ഗൾഫിൽ പോയി ഒരുപാട് കാശുണ്ടാക്കി. ഇന്ന് എനിക്ക് വേദന എന്താണെന്ന് അറിയില്ല. ഭയങ്കരമായിട്ട് സുഖിച്ചു. ഇന്ന് എനിക്ക് വേദന എന്താണെന്ന് അറിയില്ല. ഞാൻ അതുകൊണ്ട് എന്നും നേരം വെളുത്ത് എഴുന്നേറ്റ് നഖത്തിന്റെ ഇടയ്ക്ക് ഇറുക്കിളി അടിച്ചു കയറ്റും. വേദന എന്താണെന്നറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ വലിയ കോടീശ്വരനാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു പരസ്യം കൊടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്. ചെരുപ്പിന്റെ ഒരു പരസ്യം. ചവിട്ടിത്തേപ്പ് ചെരുപ്പ് എന്ന് പറഞ്ഞൊരു പുതിയൊരു പ്രോഡക്റ്റ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. ചവിട്ടിത്തേപ്പ് ചെരുപ്പ് നല്ല പേരാണ്. പുതിയൊരു പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ ഇവിടെ ഈ LED വാളിലെ ഈ താഴെ ഇത് ഇച്ചിരി ചെറുതാക്കിയിട്ട് ആ ചെരുപ്പിന്റെ ചവിട്ടിത്തേപ്പ് വലുതാക്കി കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു ചെറിയ പരസ്യം കിട്ടും. അതിപ്പോ അതെ, നിങ്ങളെ പ്രോഡക്റ്റ് ഒക്കെ നല്ലതാണെന്ന് അറിയാതെ നമ്മള് അങ്ങനെ ചെയ്യത്തില്ല. എന്റെ
പൊന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞോണ്ടോ നിങ്ങൾ? ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പറയുകയല്ല. ഞാൻ എൻ്റെ ഈ ചെരുപ്പ് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടു വെച്ചാൽ 1 വർഷം കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. അതല്ലേ അങ്ങനെയാണ്. ചെരുപ്പ് മേടിച്ചിട്ട് വീട്ടിൽ പെരക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം അല്ല 2 വർഷം കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ചെരുപ്പല്ല, ഏത് ചെരുപ്പ് മേടിച്ച് വെച്ചാലും ഒന്നും അല്ല സംഭവിക്കില്ല. അല്ല അങ്ങനെയല്ല. ഇത് വാതരോഗികൾക്ക്, പ്രത്യേകിച്ച് ആണിരോഗം ഉള്ളവർക്ക് ഇത് ബെസ്റ്റ് ആണ്. ഇത് ആണിരോഗം ഉള്ളവർ കാലയിൽ ധരിച്ചു കഴിഞ്ഞാൽ ഊരി പോവില്ല. എന്താ അതിന്റെ അടിയിൽ ഞാൻ കാന്തം വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഒന്ന് അവിടെ വെക്കുവാണെങ്കിൽ എനിക്ക് വലിയ ഉപകാരമായിരിക്കും. ഇല്ല ഇത് അതിവിടെ പറ്റില്ല. ശരിയാവത്തില്ല നമുക്ക്. കാരണം ഈ ഇതുപോലുള്ള പ്രോഡക്റ്റുകളൊക്കെ വെച്ച് നമ്മൾ ഒരു ആൾക്കാർക്ക് കാണുന്നതാണ്, അവരിത് മേടിച്ച് അവരെ പറ്റിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ആണല്ലേ? അല്ല അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ ഒരു കോടീശ്വരനായി പോയല്ലോ. ഞാനിപ്പോ ഒരു സ്ഥലത്ത് വന്ന സ്ഥിതിക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് തരാതിരിക്കില്ല. കാരണം ഞാൻ പൈസ എനിക്ക് ഇഷ്ടമല്ല, വാരി കോരി കൊടുക്കും. ഞാനിപ്പോ എന്ത് തരണം? ഞാൻ എന്ത് വേണോ? ഇപ്പൊ കുറച്ച് മനസ്സമാനം തരുമോ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇറങ്ങി പോണം. അല്ല അങ്ങനെ പോണേ? എന്റെ പ്രോഡക്റ്റിന്റെ ഇത് ഇവിടെ വെക്കാതെ പറ്റില്ലല്ലോ. അത് ചെയ്യാൻ പറ്റില്ല. അല്ല എന്നാ നിങ്ങൾ എന്റെ പ്രോഡക്റ്റ് വെക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും, അല്ലാതെ ഞാൻ പോകൂല. ഞാൻ കോടീശ്വരനായി പോയല്ലോ, വേദനിക്കുന്ന കോടീശ്വരൻ. എന്നാ ഒരു കാര്യം ചെയ്യാം, എന്റെ 2-3 ഫ്ലെക്സ് അവിടെ ഇവിടെ അടിച്ചു വെച്ചോ. വെക്കാം, ഫ്ലക്സ് വെക്കാം. 1, 2, 3 അല്ല, കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഞാൻ ഫ്ലക്സ് വെക്കാം. വെക്കും. അങ്ങനാണ്, വെറുതെ പറയരുത്. ഇല്ല ഞാൻ വെക്കും. ഓ, അങ്ങനെയാണ്. എനിക്കൊരു ചെറിയ നിർദ്ദേശമുണ്ട്. എന്താണ് നിർദ്ദേശം? എന്റെ ഒരു ഫോട്ടോ വെച്ചാ പോരാ, ഞാൻ ഇങ്ങനെ ഫോൺ ചെയ്തോണ്ട് നിൽക്കുന്നത്, ഫോൺ ചെയ്തോണ്ടിരിക്കണം. പിന്നെ എന്റെ കാമുകിയായിട്ട് ഇങ്ങനെ കാമുകീനെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം, അങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത്, പിന്നെ തൊപ്പി വെച്ചോണ്ട് നിൽക്കുന്നു. അങ്ങനെ 3 സ്റ്റൈലിലുള്ള ഫോട്ടോ ആണ് നിങ്ങളുടെ ഇഷ്ടത്തിന്. അപ്പൊ ഞാനാണല്ലോ ഇതിന്റെ കാശ് മുടക്കണേ? അതെ, കോടികൾ മുടക്കണേ ഞാനാ. അപ്പൊ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തും. എന്ത്? നിങ്ങൾ ഈ കാമുകീനെ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കില്ലേ, ഈ കാമുകീനെ ഊരിയിട്ട് ഞാൻ എന്റെ ചെരുപ്പ് അവിടെ കയറ്റും. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഫോൺ പിടിച്ചോണ്ട് നിൽക്കുമല്ലോ, ഈ മൊബൈലും ഊരിയിട്ട് എന്റെ ചെരുപ്പ് ഇങ്ങനെ കയറ്റും. പിന്നെ നിങ്ങൾ തലയിൽ അതിമനോഹരമായ ഒരു തൊപ്പി വെക്കുമെന്ന് പറഞ്ഞില്ലേ, ആ തൊപ്പി ഇങ്ങനെ ഊരിട്ട് എന്റെ ചെരുപ്പ് ഇങ്ങനെ അങ്ങോട്ട് കയറ്റും. അപ്പൊ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഫ്ലെക്സില് എന്റെ ഈ ചെരുപ്പുണ്ടല്ലോ, അത് നിങ്ങൾ ഇങ്ങനെ ചുമന്നുകൊണ്ടിരിക്കുന്ന ഫ്ലെക്സ് ഇങ്ങനെ കേരളം മൊത്തം മിന്നി മറിയും. എങ്ങനെയാണ്? അയ്യോ അത് വേണ്ട, അത് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഫോട്ടോ നെൽസന്റെ ഫോട്ടോ വെച്ചു. അതെടാ അങ്ങനെ പറഞ്ഞത്? അല്ല നിനക്ക് അത് ശരിയല്ല. ഞാനിവിടെ ഒന്നും മിണ്ടാതിരിക്കുന്നത്. എന്നെ പുള്ളിയുടെ ചെരുപ്പ് കന്യാകുമാരി മുതൽ ഉല്ലാസിന്റെ ആവേശത്തോടെ ചാടിച്ച് വീണത് ഉല്ലാസിന്റെ മതി. പരസ്യം കിട്ടുന്നു. പരസ്യത്തെ എനിക്ക് ആ പരസ്യം വേണ്ട. അങ്ങനെ വേണ്ട. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. എന്റെ വല്ലവരുടെ ചെരുപ്പ് ചുമക്കുന്നത് എനിക്ക് പറ്റില്ല. ആണല്ലേ? പറ്റത്തില്ല. അല്ല നല്ല വേണ്ടെന്നല്ലേ പറഞ്ഞത്? ചൂടാവുന്ന എന്തിനാ? ചൂടാവുന്നല്ല, അത് വേണ്ടെങ്കിൽ വേണ്ടതൊക്കെ പറഞ്ഞു. പിന്നെ ചൂടാവുന്നല്ല. കാര്യം മനസ്സിലാക്കിയില്ലേ? അവിടെ ഇരിക്കാൻ യാതൊരുവിധ യോഗ്യതയില്ലാത്ത 2 ടീമിനെ പിടിച്ച് അവിടെ ഇരിക്കാൻ ഇത്ര നിസ്സാരപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ തമ്മിലടിക്കണണ്ട. വെറുതെ ഇരിക്കണേ, ഭയങ്കര കമ്പനിയാന്ന് വെറുതെ പറഞ്ഞ ഇപ്പൊ പാര വെച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തിനാത് ഒരുമാതിരി വർത്താനം പറയരുത്. ഞങ്ങളിവിടെ സ്നേഹത്തോടെ ഞാൻ ഇടങ്കോലിടാൻ വാക്കും എടുത്ത് എന്റെ തല അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചു. ഞങ്ങളോട് സ്നേഹമായിട്ടില്ലേ? നിങ്ങളല്ലേ ഇപ്പൊ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി? സുഹൃത്ത്, ഞാൻ ഇടങ്കോലിടാനും വിഷയം ഉണ്ടാക്കാനും ഒന്നും അല്ല. ഇവിടെ തൊട്ടടുത്തൊരു ദിവ്യനുണ്ട്, പുള്ളിയുടെ അടുത്തുണ്ടല്ലോ, എന്റെ പൊന്നു മോനെ പിള്ളേരുടെ ഒരു ഏലസ് ഉണ്ട്. ആ ഏലസ് മേടിച്ച് നമ്മൾ അരയെ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചാടി അണിച്ച് ഏത് പണിക്കും പോയി എന്ത് ജോലിയും ചെയ്ത് കാശുണ്ടാക്കി കൊണ്ടുവരും. അതിപ്പോ നിങ്ങൾക്ക് എന്തൊക്കെ സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ? എനിക്ക് സ്വർണ്ണക്കടയുണ്ട്, ടെക്സ്റ്റൈൽസ് ഉണ്ട്, ചെരുപ്പടയുണ്ട്. ഈ സ്വർണ്ണക്കടയിൽ നിന്ന് എന്ത് വരുമാനം കിട്ടും? സ്വർണ്ണക്കടയിൽ നിന്ന് ഒരു പെർ മന്ത് 20 ലക്ഷം രൂപ കിട്ടും. മാസം 20 ലക്ഷം രൂപ. ടെക്സ്റ്റൈൽസ് പെർ മന്ത് 15 ലക്ഷം കിട്ടും. മന്ത് പിടിക്കുമോ? മന്ത് എന്റെ കൂടെ ഉള്ളതാ. ചെരുപ്പടയിൽ നിന്ന് ഞാൻ ഒരു പെർ മന്ത് 7 ലക്ഷം രൂപ മന്ത് ഉണ്ടാവും. ഇപ്പൊ ഇത്രയും ലക്ഷം പന്ത് കളിക്കാൻ പോകുന്നതായിരിക്കും നല്ലത്. ഇത്രയും മന്തുമായിട്ട് പന്ത് കളിക്കാൻ പോകാൻ നല്ലതാ. ഒരുപാട് മിസ്സാവത്തില്ല. പിന്നെ അത് പോട്ടെ, ഇത്രയൊക്കെ സാമ്പത്തികമുള്ള ആള് നിങ്ങൾ എന്തിനാണ് ഈ ഏലസ് കൊണ്ടുപോകുന്നത്? ദിവ്യന്റെ ഏലസിന്റെ പണിക്ക് പോകാനുള്ള ഏലസ് കൊണ്ടുപോകുന്നത്? അയ്യോ, ഇത് എന്റെ അരക്കെട്ടല്ല, എന്റെ അമ്മായപ്പൻ. പുള്ളിക്ക് ക്ഷയരോഗ. ഈ മക്കളുടെ ആരും വീട്ടിൽ പോകില്ല. പുള്ളീനെ ഇപ്പൊ എന്റെ വീട്ടിലേക്ക് തള്ളിയേക്കുക. എന്റെ വീട്ടിൽ നിന്ന് ഭയങ്കര കൊരയാ. എന്റെ പട്ടിയും പുള്ളിയുടെ ഒക്കെ ഇപ്പൊ കൈതപ്പുറം മോഹൻലാലും ദേവസമാധാനം പറഞ്ഞ കൊരയോട് കൊരയാ. എനിക്കിപ്പോ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ലെന്നേ. ഈ പുള്ളി ഉറങ്ങിക്കഴിയുമ്പം ഈ ഏലസങ് അരയിൽ കെട്ടിക്കഴിഞ്ഞാൽ ഈ പുള്ളി വല്ല മിറ്റിലടിക്കാൻ പോയിട്ട് എന്നും വൈകുന്നേരം ഒരു 500 ഉണ്ട തന്നു കഴിഞ്ഞാൽ പുളിക്കോ? ഒരു കാര്യം പുള്ളി ഉറങ്ങണ സമയമാണ്. ഞാൻ കൊണ്ട് ഈ അരയിലൊന്ന് കെട്ടട്ടെ. പിന്നെ ഈ ഫ്ലെക്സ് വെക്കണ ആരെയാന്ന് വെച്ചൊന്ന് പറഞ്ഞാൽ വേണ്ട.